This is the first call for Amal Anthony P. Raju. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന്. ഒരു ക്ലീഷ ചോദ്യമാണ്. അപ്പോ ഞങ്ങളെല്ലാം പറയുന്ന ഒരു ക്ലീഷ ഉത്തരം തന്നെയുണ്ട്, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ. അന്ന് കാലത്ത് ഞാൻ പറഞ്ഞ ഉത്തരമാണ് എനിക്ക് ബസ്സിലെ കിളി ആവണമെന്ന്. കാരണം ആ സമയത്ത് ബസ്സിലെ കിളി എന്ന് പറയുന്നത് വളരെ ഹീറോയിക് മൊമെന്റ് ആണ്. തൂങ്ങി പിടിച്ച് നിൽക്കുന്നു, എല്ലാവരുടെയും കയറിയേക്കാൻ പറയുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കിളി ആവണമെന്ന്. അത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എനിക്കൊരു പ്രൊഫഷണൽ പേഴ്സൺ ആവണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടും കൂടി ഇല്ല. എന്നാൽ ഇന്ന് ഒരു കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നീ ഡോക്ടറാണെന്ന് ചോദിക്കുന്നില്ല, നീ ടീച്ചറാണെന്ന് ചോദിക്കുന്നില്ല, നീ എഞ്ചിനീയർ ആണെന്ന് ചോദിക്കുന്നില്ല. പകരം they are asking, are you professional? Good morning to you all. My name is Amal Anthony. I'm so happy and so excited to be standing in front of a fantastic audience. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1979 ഓഗസ്റ്റ് 10 ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ഇന്ത്യയുടെ ISROയുടെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു മൊമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ നിൽക്കുന്ന സമയം. എല്ലാ മാധ്യമങ്ങളും ഇതിനുറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ലോഞ്ച് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ അത് തകർന്നു വീഴുകയാണ്. പിന്നീട് എന്തായി നിങ്ങൾക്കും അറിയാം. എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയെ വിമർശിച്ചു. എല്ലാവരും പറഞ്ഞത് ഇന്ത്യ ഫെയിൽ, ദേ കാൻ ഡു ഇറ്റ് എന്നാണ്. ഡോക്ടർ കലാമിന് ഇത് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മുറിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്ന പ്രൊഫസർ സതീഷ് ധവാൻ who came forward and faced the media and he said, we failed, I take the responsibility. ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ടീം വീണ്ടും പരിശ്രമിച്ചു. ഈ പ്രാവശ്യം the launch was a grand success. പിന്നീട് പ്രൊഫസർ ധവാൻ പറയുന്നുണ്ട്, കലാം, go and face the media and take the credit. That day, Dr. Kalam learned a great lesson of a professionalism in his life. A true professional who takes responsibility even in failure and gives credits in success. ആരാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ? Am I look a professional today? ഞാൻ ഇന്ന് ഈ ഡ്രസ് ഇട്ട് വന്നുകൊണ്ടോ, നമ്മളെല്ലാവരും ഈ ഡ്രസ് ഇട്ട് വന്നുകൊണ്ടോ നമ്മൾ പ്രൊഫഷണൽ ആണോ? ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പ്രൊഫഷണൽ ഡ്രസ് എന്താണ്? മുണ്ടും ഷർട്ടുമാണ് കേരളത്തിന്റെ പ്രൊഫഷണൽ ഡ്രസ് എന്ന് പറയുന്നുണ്ട്. ഞാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കോണ്ടന്റ് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അമ്മയോട് ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതിന് പങ്കെടുക്കണമെന്ന്. അപ്പൊ അമ്മ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ടോപ്പിക് എന്ന് ചോദിക്കുമ്പോൾ പ്രൊഫഷണലിസം. അപ്പൊ അമ്മ എന്നോട് പറയുന്നുണ്ട്, ഒരു കാര്യം പോലും നേരെ ചെയ്യാത്ത നീ എങ്ങനെയാണ് ഇത് പറയാൻ അമ്മ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കുറെ സ്റ്റോറീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണല്ലോ. അങ്ങനെ കുറെ സ്റ്റോറീസ് എക്സാമ്പിൾസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അമ്മയെ തന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യം കണ്ട പ്രൊഫഷണൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ്. കാരണം എന്റെ അമ്മയ്ക്കും ഒരു പ്രത്യേക ജോലിയൊന്നും അമ്മയ്ക്കില്ല ഇവിടെ പറയാനായിട്ട്. ആളവിടെ വർക്ക് ചെയ്യണം അങ്ങനെ ഒരു ജോലിയൊന്നും ഇല്ല. എന്റെ അമ്മയ്ക്ക് ഒരു ജോബ് ടൈറ്റിൽ ഇല്ല, ഒരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടില്ല. എന്റെ അമ്മ ഒരു പ്രൊഫഷണൽ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ആകെ ഇടുന്ന പ്രൊഫഷണൽ ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റി ആയിരിക്കും. അതാണ് അമ്മയുടെ പ്രൊഫഷണൽ ഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ അമ്മ ഇന്നും എല്ലാ ദിവസവും പനി ആയാലോ എന്ത് വേദന ആയാലോ 4:30 എണീക്കും. വീട്ടിലെ എല്ലാ പണികളും അമ്മ തന്നെയാണ് ചെയ്യുക. എന്റെ വീട്ടിൽ അപ്പച്ചൻ വന്ന് പണി കഴിയുമ്പോൾ പൈസ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും. അമ്മയാണ് ബാങ്ക്. എല്ലാ മണി മാറ്റേഴ്സും അമ്മ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എന്ത് പൈസ ചോദിച്ചാലും അല്ലെങ്കിൽ അനീതി പൈസ ചോദിച്ചാലും അമ്മയുടെ പൈസ ഉണ്ടാവും. കാരണം ഷീ ടേക്സ് കറക്റ്റ് ആക്യുറസി ഇൻ ഓൾ മാറ്റേഴ്സ്. ഞങ്ങൾ എന്ത് പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഒരു നന്ദി പറഞ്ഞിട്ടില്ല അമ്മയോട്. കഞ്ഞിയില്ലേ ചോറിലെന്ന് ചോദിക്കാറുള്ളൂ. പക്ഷേ ഒരു നന്ദി വാക്കോ ഒരു അപ്രീസിയേഷനോ അമ്മ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, professionalism is not about where you work. It is about how responsibly you live today in your daily lives. നമ്മൾ ലോകത്തിലെ ഫിലോസഫി പഠിക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഗ്രീസിലേക്ക് പഠിപ്പിച്ച സമയത്ത് വളരെ തത്വചിന്തമായ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, we are what you are become repeatedly do excellence. That is not an act, that is a habit എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് വരുന്നു, നമ്മൾ ഒരേ സമയത്ത് വരുന്നു, ആ സമയം ഒരേ ക്വാളിറ്റിയോട് ചെയ്യുന്നു, അതൊരു ആക്ട് അല്ല, ഇറ്റ് ഈസ് ആൻ ഹാബിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ബ്രൂസ്ലി എന്ന വ്യക്തിനെ കുറിച്ച്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചൊരു കോട്ടുണ്ട്, 1000 കിക്ക് പഠിച്ച ഒരാൾ ഞാൻ ഭയപ്പെടുന്നില്ല, എന്നാൽ
ഒരു കിക്ക് 1000 വട്ടം ചെയ്ത ഒരാളെ ഞാൻ ഭയപ്പെടുന്നു പറയുന്നത്. സോ professionalism is not about designation, it is about repetition. And you know, the professionalism has evolved from old generation to Gen Z era. പഴയ കാലത്തിൽ പറയുന്നുണ്ട് പ്രൊഫഷണൽ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്, അതോറിറ്റിനെ റെസ്പെക്ട് ചെയ്യണം, സ്ട്രെസ് ടൈം ആണ്. എന്നാൽ മിഡിലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട് കൂടുതൽ ഡിഗ്രീസിന് ചെയ്തു, they try to prove their capability. And we come to Gen Z era, they give more importance for skill and creativity. And the professional dress depends upon the context. The work can happen from anywhere. And do you know, in this era we are saying നമ്മൾ പഴയ സമയത്ത് പറയാറുണ്ടായിരുന്നു സ്റ്റഡി ഹാർഡ് ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ഇപ്പൊ പറയുന്നത് എന്താണ്? സ്കിൽ ഹാർഡ് ടു കീപ് യുവർ ജോബ്. The degrees can get you only to interview, but skill can make you a professional. So my dear guys, നമുക്ക് എല്ലാവർക്കും പല കഴിവുകളുണ്ട്. പണ്ട് നമ്മൾ പറയും ഒരു കഴിവ് എഴുതാൻ പറയുമ്പോൾ നമുക്ക് കഴിവൊന്നും എഴുതാണ്ടാവില്ല. അന്ന് എന്റെ ക്ലാസ്സിൽ ഒരുത്തിന് എഴുതിയിട്ടുണ്ട് 50 കഴിവ് എഴുതിയിട്ടുണ്ടവൻ. അവൻ പാടാൻ അറിയാൻ, ഡാൻസ് കളിക്കാൻ, അങ്ങനെ പല കഴിവ് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ 2 കഴിവുകൾ എഴുതാനുണ്ടായിരുന്നു. So we have more talents in ourselves. Polish our talents and make use of a better human being today. Thank you.